ശബരിമലയിൽ കുംഭമാസ പൂജയോടനുബന്ധിച്ച് ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. വെബ്സൈറ്റിൽ ഇന്ന് 5 മണി മുതൽ ബുക്കിംഗ് ചെയ്യാം. കുംഭമാസ പൂജയോടനുബന്ധിച്ചാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുള്ളത്. വെബ്സൈറ്റിൽ ഇന്ന് 5 മണി മുതൽ ബുക്കിംഗ് ചെയ്യാമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. എന്തുതന്നെയായാലും വളരെ സുഗമമായി തന്നെ ദർശനം പൂർത്തിയാക്കാനുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ കുംഭമാസ പൂജയ്ക്കും ഇതേ തരത്തിൽ അല്ലെങ്കിൽ വെർച്വൽ ബുക്കിങ്ങിലൂടെ ദർശനം അനുവദിക്കുന്ന ആ ഒരു സംവിധാനം വീണ്ടും കൊണ്ടുവരുന്നത്. എന്തുതന്നെയായാലും നിലവിൽ ബുക്കിങ്ങിനായുള്ള വെബ്സൈറ്റ് പൂർണ്ണ സജ്ജമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. 5 മണി മുതൽ ഇന്ന് ബുക്കിംഗ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേർന്നുകൊണ്ട്. അഖിൽ, നിലവിൽ എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ശബരിമല തീർത്ഥാടനത്തിന്റെ മാസപൂജയ്ക്കായുള്ള ബുക്കിംഗ് ആണ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്നത്. ഓൺലൈൻ ബുക്കിംഗ് ആണ്. അതിന് വെബ്സൈറ്റ് ദേവസ്വം ബോർഡ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആ ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 10,000 പേർക്ക് തന്നെ സ്പോട്ട് ബുക്കിംഗും ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ദേവസ്വം ബോർഡിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമല തീർത്ഥാടനത്തിന്റെ കുംഭമാസ പൂജയോടനുബന്ധിച്ചുള്ള തുറക്കുന്നത് 13-ാം തീയതി 12-ാം തീയതി വൈകുന്നേരമാണ്. ക്ഷേത്ര തന്ത്രിയുടെയും ക്ഷേത്ര മേൽശാന്തിയുടെയും നേതൃത്വത്തിൽ നട തുറക്കുക. ക്ഷേത്ര മേൽശാന്തി N. അരുൺകുമാർ നമ്പൂതിരിയുടെ നേതൃത്വത്തിലായിരിക്കും ശബരിമലയിൽ കുംഭമാസ പൂജയുടെ നട തുറക്കുന്ന ഉണ്ടാവുക. തുടർന്ന് 13 മുതലായിരിക്കും നെയ്യഭിഷേകം ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അതായത് കുംഭമാസം 1-ആയ 13-ാം തീയതി ആയിരിക്കും നെയ്യഭിഷേകം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവുക. മാസപൂജ ആയതുകൊണ്ട് തന്നെ അടിപൂജ അടക്കം ഇത്തവണ ഉണ്ടാകും. എന്തായാലും ശബരിമലയിലെ കുംഭമാസ പൂജയുടെ വെർച്വൽ ക്യൂ തീർത്ഥാടകർക്ക് ദർശനം നടത്താനുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് 5 മണിക്ക് ആരംഭിച്ചിരിക്കുകയാണ്. വിഷ്ണു, ശരി. അഖിൽ പാലോട്ടുമടമാണ് വിവരങ്ങൾ നൽകിയത്.